റിലീസ് ചെയ്തേക്കുന്ന ഒരു ഫിലിം ഏതാണ്? അതൊക്കെ എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കണേ, നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. ഏതാണ്? പിന്നെ ആട്, നമ്മുടെ ആടിൽ ഒരു സീൻ അഭിനയിച്ച് കാണിക്കാൻ പറയട്ടെ? വേണ്ടേ? അതാണ് ചെയ്യാൻ പറ്റുമോ? ഒരു ചെറിയ റിക്വസ്റ്റ്. ആട് 3 വരാൻ പോകുന്നു. ആട് 3 ഒരു സീൻ അഭിനയിച്ച് കാണിക്കുക. ഏറ്റവും എൻജോയ് ചെയ്ത് ഒരു ഡയലോഗ് എങ്കിലും വേണമെന്ന്. ആടിനെ കൊല്ലുന്ന ഒരു സംഭവം കാണിക്കത്തില്ലേ? ആട് 2 ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒരു ഡയലോഗ് പറയണം. 3യെ കുറിച്ച് പറയണം. പല സിനിമകളും എൻജോയ് ചെയ്ത് തന്നെ അഭിനയിച്ചിരിക്കുന്നത്. ഈ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത് അഭിലാഷൻ തന്നെയാണ്. അത് നിസ്സംശയം പറയാൻ പറ്റും. അത് നിങ്ങൾ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ആട് 3യെ പറ്റിയും കൂടെ പറഞ്ഞേക്കാം. ആട് 3 നമ്മൾ ഏപ്രിൽ ലാസ്റ്റ് ഷൂട്ടിംഗ് തുടങ്ങാൻ പോവാണ്. നിങ്ങൾക്ക് അറിയാവുന്ന അതിനകത്ത് നിങ്ങൾക്ക് അറിയാവുന്ന എല്ലാ ക്യാരക്ടേഴ്സും തന്നെ വീണ്ടും ആട് 3 വരുന്നുണ്ട്. അറക്കലപൂവിന് കുതിര സവാരിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇനിയിപ്പം കുതിര സവാരി പഠിക്കാൻ വേണ്ടി പോകണം. കുതിര സവാരി അറിയില്ല. അപ്പോൾ അത് പഠിച്ച് വേണം ഇനിയിപ്പോൾ അഭിനയിക്കാൻ പോകാൻ. അപ്പം കുറച്ച് ടഫായിരിക്കും പഠിക്കലും ഷൂട്ടും ഒക്കെ. അപ്പോൾ ആട് 2 ഒരു ഡയലോഗ് പറയാം. ആ സമയത്ത് ജയസൂര്യ പെട്ടെന്ന് ഉണ്ടാക്കിയൊരു ഡയലോഗാണ്. അത് എനിക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. അത് ട്രെയിലറിലൊക്കെ വന്നായിരുന്നു. നമ്മൾ പോലും അറിയാതെ അധോലോകമായി മാറി കഴിഞ്ഞിരിക്കുന്നു ഷാജിയേട്ടാ. ഇതിൻ്റെ കുറേ ട്രോൾസൊക്കെ വന്നായിരുന്നു. അതിൻ്റെ അകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട എനിക്കൊരു ട്രോളെന്ന് പറഞ്ഞാൽ, ഇവിടുന്ന് കോഴിക്കോടുനിന്ന് ഒരു മിക്സ്ചറിൻ്റെ പാക്കറ്റിൽ 2 ഉറുമ്പുകൾ കയറി. എന്നിട്ട് ഈ മിക്സ്ചർ ഒരു പ്രവാസി മേടിച്ചുകൊണ്ട് അത് ദുബായിക്ക് പോയി. അപ്പോൾ ഈ ഉറുമ്പുകൾ തമ്മിൽ പറഞ്ഞതാണ് നമ്മൾ പോലും അറിയാതെ പ്രവാസികളായി മാറി കഴിഞ്ഞിരിക്കുന്നു എന്ന്. അതൊരു ഉഗ്രൻ ട്രോളായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അതേപോലെ ഒരുപാട് ട്രോൾസ് വന്നായിരുന്നു. ഇനിയിപ്പോൾ ആട് 3 വരുമ്പോഴും ഒരുപാട് ട്രോളുകൾക്കുള്ള വകുപ്പ് അതിൻ്റെ അകത്ത് ഉണ്ടാവും. ഒരുപാട് ചിരിക്കാനുണ്ടാവും. ഞാൻ സ്ക്രിപ്റ്റ് റീഡിങ് ഉണ്ടായിരുന്നു. ഒരുപാട് ചിരിച്ചു ഞങ്ങൾ. പിന്നെ ഓൺ ദ സ്പോട്ട് കുറേ ഇംപ്രൊവൈസേഷൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ വരുമ്പോഴത്തേക്കും ആകെ മൊത്തം കളറാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും നിങ്ങൾ കാണൂ, ഈ വർഷം അവസാനമായിരിക്കും അതിൻ്റെ റിലീസ്. താങ്ക് യു സോ മച്ച്.